പ്രിയമുള്ളവരെ, പാസ്റ്റർ ജോബി ഹാൽവിൻ കഴിഞ്ഞ ദിവസം എന്നെ ഫോണിൽ വിളിച്ചു. ഒരു സംവാദത്തിൽ പങ്കെടുക്കാൻ കഴിയുമോ? അത് മുസ്ലിം പണ്ഡിതന്മാരിലെ ചില പ്രമുഖരുമായിട്ടാണ്. സ്ഥലം എറണാകുളം ജില്ലയിലെ മറൈൻ ഡ്രൈവിലാണ്. ഞാനങ്ങ് ആകാംക്ഷപ്പെട്ടു. കാരണം അടുത്ത കാലത്തൊന്നും മുസ്ലിം പണ്ഡിതന്മാർ അത്രയും വലിയൊരു സാഹസികതയ്ക്ക് മുതിരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും സോഷ്യൽ മീഡിയയുമായി ബന്ധമില്ലാത്ത ആളുകൾ വല്ലവരും വന്നെങ്കിലും. ഞാൻ ചോദിച്ചു, എന്താണ് പാസ്റ്റർ പ്രശ്നം എന്താ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ഡോക്ടർ അനിൽ മുഹമ്മദും ജോബി ഹാൽവിനും തമ്മിൽ അടുത്ത കാലത്ത് ചില പ്രബലങ്ങളായ ചർച്ചകൾ നടന്നു. ആ ചർച്ചയുടെ പരിണിത ഫലം എന്ന നിലയിലാണ് ഈ സംവാദം. അതിനൊരു പശ്ചാത്തലമുണ്ട്. ഈ ജോബി ഹാൽവിൻ പൊതുവെ മതപരമായൊരു വിമർശനങ്ങൾക്കൊന്നും തുനിയുന്ന ഒരാളല്ല. അദ്ദേഹം ബൈബിൾ സംബന്ധിയായ വിഷയങ്ങൾ ഗൗരവത്തിൽ പഠിക്കുകയും പ്രവചന വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരനാണ്. അദ്ദേഹം അടുത്ത കാലത്ത് ഈ പാലസ്തീൻ ഇസ്രയേൽ വിഷയത്തിൽ ചില ചിന്താഗതികൾ അദ്ദേഹത്തിൻ്റെ വീഡിയോകളിലൂടെ അവതരിപ്പിച്ചു. അത് ഒത്തിരി ജനപ്രിയങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഡോക്ടർ അനിൽ മുഹമ്മദ് ഇടപെട്ടുകൊണ്ട് ജോബി ഹാൽവിൻ എന്തോ അനിൽ മുഹമ്മദിനേക്കാളൊക്കെ നിലവാരം കുറഞ്ഞ ആളും, അതുപോലെ വർഗീയവാദിയും, അതുപോലെ അദ്ദേഹം നന്നായിട്ട് കറുത്തിരിക്കുന്ന ആളുമൊക്കെയാണ് എന്ന രൂപേണ ഒരു വീഡിയോ ചെയ്തു. മുഹമ്മദിനും പണ്ട് ഈ കറുത്ത മനുഷ്യരോടൊന്നും വലിയ താല്പര്യമുള്ള ആളായിരുന്നില്ല. കറുത്ത പട്ടിയോട് താല്പര്യമില്ല. എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാനിന്നാണ് അതിന് എന്നോടൊരാൾ ചോദിച്ചു, എന്താണ് സാക്ഷാൽ മുഹമ്മദിന് ഈ കറുത്ത പട്ടികളോട് ഇത്ര വിരോധം എന്നൊരിക്കൽ ചോദിച്ചു. അത് തഫ്സീറുകളിലോ സീറകളിലോ ഒന്നും എൻ്റെ കാരണം കാണുന്നില്ല. ഞാനാണത് കണ്ടുപിടിച്ച് ഇസ്ലാമിക ലോകത്ത് അതിൻ്റെ ഉത്തരം പറഞ്ഞ ആൾ. നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു തഫ്സീർ രചയിതാവ് എന്ന് വേണമെങ്കിൽ പരിചയപ്പെടുത്താം. എനിക്ക് തന്നെ താല്പര്യമുണ്ടായിരുന്നു ഈ ഖുർആൻ ഒരു നല്ല വ്യാഖ്യാനം ചമയ്ക്കണം എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പട്ടികളോടും ഒക്കെ ഇങ്ങനെ വെറുപ്പ് വരാനുള്ളൊരു കാരണം ഞാനാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞല്ലോ. അത് മറ്റൊന്നുമല്ല, ഈ മുഹമ്മദിന് പല ഭാര്യമാരെടുത്ത് ഓരോ രാത്രി കുളിക്കാതെ സന്ധിക്കുമായിരുന്നു എന്ന് കൃത്യമായി ബുഖാരിയും ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഹദീസിലുള്ള കാര്യമാണ്. അപ്പോൾ 11 പേരുടെ അരികിലേക്ക് അദ്ദേഹം രാത്രി ഇങ്ങനെ പുറപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെ സാധിക്കുന്നൊരു അറിവും നമുക്കില്ല കേട്ടോ. കാരണം പക്ഷേ മുഹമ്മദല്ലേ, അദ്ദേഹത്തിന് ഇതൊക്കെ സാധിച്ചേക്കാം. 30 ഹോഴ്സ് പവർ ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും എന്തുമാകട്ടെ, അദ്ദേഹം ഇങ്ങനെ പല ഭാര്യമാരെടുത്ത് സന്ധിക്കാനായിട്ട് ചെല്ലുമ്പോൾ നമ്മളതൊരു കണക്കൊന്നും കൂട്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ല. ഒരാളുടെ അടുത്ത് ഒരു അരമണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്താൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ സമയം കിട്ടുമോ? അതിനിടയ്ക്ക് മുഹമ്മദിന് മാത്രം ഒരു നിസ്കാരമുണ്ട്. ഇപ്പോൾ കുളിക്കാതെ അത് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ചോദ്യമൊന്നും ചോദിക്കാൻ പാടില്ല. കഥയിൽ ചോദ്യം ഇല്ലെന്നാണല്ലോ. അപ്പോൾ ഈ രാത്രിയുള്ള യാത്രയിൽ അടുത്തടുത്ത വീടുകളിൽ കുറേ ദൂരമൊക്കെ നടന്നുമൊക്കെയാണ് മുഹമ്മദ് പോകേണ്ടത്. അപ്പോൾ ആ കൂടെ അദ്ദേഹത്തിൻ്റെ യാത്ര മുടക്കിക്കൊണ്ട് വഴിയിൽ നിന്ന് പട്ടി വലിയ കുര തന്നെയല്ല, രാത്രി കറുപ്പാണ് പട്ടിയുടെ നിറവും കൂടെ വന്നു കഴിഞ്ഞാൽ ആകെ പ്രയാസമാവും. അപ്പോഴേക്ക് പരമകാരുണ്യവാനായ അള്ളാഹു ഇടപെട്ട് ഒരു ബോധ്യം ജനങ്ങൾക്ക് കൊടുത്തു, സത്യവിശ്വാസികളെ, നിങ്ങളങ്ങനെ നായ്ക്കുട്ടികളെയൊന്നും വളർത്തരുത്. നായ്ക്കുട്ടി വീട്ടിലുണ്ടെങ്കിൽ മലക്ക് അവിടുന്ന് പോകുമെന്ന്. മലക്കിനും നായ്ക്കുട്ടിയും കൂടെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് പറ്റില്ല. എന്തോ ഒരു കൊല്ലാപ്പാടം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ പട്ടികളോട് ഇത്രയും വലിയ വിരോധം വന്നതെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ കേട്ടോ. എനിവേ, അങ്ങനെയുള്ള ഈ അനിൽ മുഹമ്മദിന് ഏതായാലും ജോബി ഹാൽവിൻ വെള്ള ഉടുപ്പിട്ടിട്ട് കാര്യമില്ല ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ആ ചിരി കൊണ്ടത് എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഇതാണ്ട് ഇങ്ങനെ എല്ലാ വിഡിത്തങ്ങളെയും അദ്ദേഹം ഈ ചിരിയിലാണ് ഒളിപ്പിക്കുന്നത്. ഏതായാലും നല്ല ചിരി, എനിക്ക് വലിയ ഇഷ്ടമായി ഇദ്ദേഹത്തിൻ്റെ ഈ ചിരി. ഞാൻ പലയിടത്തും ഈ ചിരി ഉപയോഗിക്കാറുണ്ട്. കാരണം ഏത് വിഡിത്തം പറഞ്ഞിട്ടും ഇങ്ങനെ സ്വയം ചിരിക്കുക എന്ന് പറയുന്നതിന് അപാരമായൊരു കഴിവ് വേണം. രാവിളക്കോളം ഈ മുഹമ്മദിൻ്റെ ഇത്തരം ചെയ്തികളെ മുഴുവൻ വെളുപ്പിക്കുക. എന്നിട്ട് നമ്മോട് പറയും ശരിയായ സ്രോതസ്സിൽ നിന്ന് ഖുർആൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചിരി വരാത്തത്. ഞാൻ ശരിയായ സ്രോതസ്സിൽ നിന്നാണ് പഠിച്ചത്, അതുകൊണ്ടാണ് എനിക്കും ചിരി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എനിവേ, അപ്പം ഞാൻ നമ്മളുടെ സഹോദരൻ ജോബി ഹാൽവിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ചങ്ങാതി, ഈ കക്ഷികൾ അങ്ങനെ ഡിബേറ്റിനൊന്നും വരില്ല, നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല.
അപ്പോൾ അദ്ദേഹം പറഞ്ഞ അങ്ങനെയല്ല, ഇദ്ദേഹത്തോട് വളരെ ചലഞ്ച് ചെയ്തൊരു മാന്യം പറഞ്ഞു, ഡിബേറ്റിന് ആളെ കൊണ്ടുവരാം. അത് കൊണ്ടുവരാൻ അദ്ദേഹം പേര് പറഞ്ഞത് കേൾക്കണം ആളുകളെ. ഒന്ന്, ബഹുമാനനായ ഷംസുൽ ഉലമ നമ്മുടെ MM അക്ബർ സാഹിബാണ്. രണ്ടാമത്, മുമ്പും മറൈൻ ഡ്രൈവിൽ പലയാവർത്തി എന്നെ ചർച്ചയ്ക്ക് വിളിക്കുകയും കാര്യത്തോടെടുക്കുമ്പോൾ സമ്മലൂനി എന്ന് വീട്ടിൽ ചെന്ന് വാമഹസ്തത്തോട് പറഞ്ഞ് പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന സാക്ഷാൽ ബാലുശ്ശേരിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇബ്രാഹിഖാൻ്റെ മോൾ ഫെയിമായ ബഹുമാനായ ബാലുശ്ശേരി ഓടിയ വഴിക്ക് ഇതുവരെ പുല്ല് കിളുത്തിട്ടില്ല. എന്തൊക്കെ ആയിരുന്നു അത് നിങ്ങളെല്ലാം കണ്ടതാണ്. അപ്പോൾ ഞാൻ ബാലുശ്ശേരിയെ വിടുന്നു. അതിൻ്റേതായ ചില കാരണങ്ങളുണ്ടെന്ന് കൂട്ടുക. എനിവേ, ഞാനിതൊക്കെ പറയുമ്പോൾ ഈ കോഴിക്കോട് മുജാഹിദ് സെൻറ്ററിൻ്റെ അടുത്ത് കൂടിയൊക്കെ വണ്ടിക്ക് വരുമ്പോൾ ഈ ബാലുശ്ശേരിയെ ഓർക്കും. അതിൻ്റെ കാരണം നമ്മളൊരു പണ്ട് കേട്ടിട്ടുണ്ടല്ലോ, വൈക്കം കായലിൽ ഓളം തള്ളുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ മാരനെ എന്ന് ചലച്ചിത്രാനത്തിൽ പണ്ട് കേട്ടിട്ടുണ്ട്, റേഡിയോ ഒക്കെ ഉള്ള കാലത്ത്. എന്ന് പറഞ്ഞ പോലെ കോഴിക്കോട് വഴി വരുമ്പോഴൊക്കെ ഞാൻ ഇബ്രാഹിഖാൻ്റെ മോള്, ബാലുശ്ശേരി, മറൈൻ ഡ്രൈവ്, വാദപ്രതിവാദം, സംവാദം, സൗത്ത് എന്ന തോട്ടം, ഇതെല്ലാം ഓർക്കും. പച്ചപ്പോട്ടൻ, ഈ പ്രയോഗങ്ങളെല്ലാം ഓർക്കും. ഒരുപക്ഷെ ഇത് പുതിയ ആൾക്കാർക്ക് അറിയില്ലായിരിക്കും. ഈ പച്ചപ്പൊട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും അറിയില്ല. ഞങ്ങളുടെ പഴയ വീഡിയോ കണ്ടാൽ മതി. ഭയങ്കര ഒരു കാലമായിരുന്നു. അതൊക്കെ ഒത്തിരി നൊസ്റ്റാൾജിയ നമുക്ക് നൽകുന്ന നല്ല കാലമായിരുന്നു ഈ ബാലുശ്ശേരിയുടെ അന്നത്തെ വിക്രിയകൾ. വൈകുന്നേരം ബാലുശ്ശേരി ഇങ്ങനെ വരികയാണ്, വല്ലാതെ പ്രകോപിതനായിട്ട് എൻ്റെ അപ്പനും അമ്മയ്ക്കൊക്കെ വിളിക്കുക. പിന്നെ അവസാനം എൻ്റെ മകളെ കൂട്ടി നമ്മളുടെ ജബ്ബാർ മാഷയായിട്ട് പരിഹാസം പറയുക. ഇതൊക്കെ അവർ പറയുന്നതിൽ വിരോധമില്ല. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, തന്നെ ആരെങ്കിലും പുകഴ്ത്തിയാൽ ഇഷ്ടമുള്ള ആളാണ് ഈ മുഹമ്മദ്. ഇന്നും നമ്മളൊരു കാര്യം കേൾക്കണം, എവിടെങ്കിലും ഇവർ എതിരാളികളെങ്കിലും മുഹമ്മദിനെ കുറിച്ച് ഒരു വാക്ക് നല്ലത് പറഞ്ഞു പോയാൽ ഇവർക്ക് ഭയങ്കര ആവേശമാണ്. അതുകൊണ്ടാണ് ഈ മൈക്കിൾ എച്ചിയാട്ട് പറഞ്ഞു, കുമാരനാശാൻ കവിതയെ പാടി. പിന്നെ നമ്മുടെ നാരായണ ഗുരുസ്വാമിയുടെ പാട്ടിനകത്തുണ്ട്, അല്ല ഇവർ ഖുറാനിലുള്ളതോ മറ്റൊന്നും പറഞ്ഞ് തെളിവ് തരികയില്ല, അതിനുള്ള ത്രാണിയൊന്നുമില്ല. അപ്പം ഞാനതുകൊണ്ട് പ്രിയപ്പെട്ട ജോബി ഗാൽവിൻ്റെ അടുത്ത് പറഞ്ഞു, വികാസനം ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല കേട്ടോ. അപ്പോൾ MM അക്ബർ എന്ന് പറയുന്ന ആൾ ഇനിയിപ്പോൾ ഇങ്ങനെ ക്രൈസ്തവ ഇസ്ലാം സംവാദത്തിന് വരില്ല. അദ്ദേഹം വേറെ ഏതോ വഴി കൂടെയൊക്കെ ഉള്ള സഞ്ചാരമാണ്. മറ്റൊന്ന്, അദ്ദേഹം നിരീശ്വരന്മാർക്ക് മറുപടി കൊടുക്കാൻ പോകുന്ന കേട്ടെ. അള്ളാഹുവിനെ കൊണ്ടാണ് പോകുന്നത് ഫസ്റ്റ് പാർട്ടി. മനസ്സിലായില്ലേ? അള്ളാഹു മുഹമ്മദ്, ഒരു വശത്ത് മുഹമ്മദ്, മറുവശത്ത് മുഹമ്മദിൻ്റെ റൂം ബോയ് ആയ അള്ളാഹു. അദ്ദേഹത്തിന് മുഹമ്മദിന് ചില ഇഷ്ടാനിഷ്ടകൾക്കനുസരിച്ച് ദാ പിടിച്ചോ ആയത്തെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പോകുന്ന അള്ളാഹു അപ്പുറത്ത്, ഇപ്പുറത്ത് സാക്ഷാൽ മുഹമ്മദ്, നടുക്ക് നമ്മുടെ MM അക്ബർ. ഇവരെല്ലാം കൂടെ കൂടി മറൈൻ ഡ്രൈവിൽ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ധൈര്യം ഉണ്ടെന്ന് പറയാം, ആണത്തം ഉണ്ടെന്ന് പറയാം, ചങ്കുറപ്പുണ്ടെന്ന് പറയാം. അല്ലാതെ അനിൽ മുഹമ്മദും ജോബി ഗാൽവിനും തമ്മിലുള്ള ചർച്ചയ്ക്കകത്ത് പ്രകോപിതനായിട്ടൊരു പ്രിയപ്പെട്ട മുസ്ലിം സഹോദരൻ വിളിച്ച് ഇവരെയൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ നടക്കാനേ പോകുന്നില്ല. മറ്റൊരാൾ വരാം എന്നുള്ള ആശയം പറഞ്ഞത് ബാലുശ്ശേരി തന്നെയാണ്. ബാലുശ്ശേരിയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ഞങ്ങളിതും വിശ്വസിക്കുന്നില്ല, നടക്കാൻ പോകുന്ന കാര്യമല്ല. മൂന്നാമത്തെ ആൾ സാക്ഷാൽ മുഹമ്മദ് ഈസയാണ്. ഈസയുമായി ഒരിക്കലേ ഒരു സംവാദം നടത്തിയിട്ടുള്ളൂ. ആ സംവാദം ഏകസത്യതയോ ഖുറാനിലോ ബൈബിളിലോ എന്നുള്ളതാണ്. കാരണം ഇവർക്ക് ഈ തൃത്വത്തെക്കുറിച്ച് പറയാൻ വലിയ സന്തോഷമാണല്ലോ. പക്ഷേ തൃത്വം എന്താണെന്ന് അള്ളാഹു കുറേ വിഡിത്തല്ലാതെ എഴുതി വെച്ചിട്ടുണ്ട് ഖുറാനിൽ. അപ്പോൾ മുഹമ്മദ് ഈസയ്ക്ക് ഞങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കാൻ വന്ന ആൾക്ക് ഒരു ബൈബിൾ വാക്യം പോലും ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഞങ്ങൾ തെളിവ് കൊടുത്തു, അള്ളാഹു പദാർത്ഥധിഷ്ഠിതനാണോ ഈ ചോദ്യമൊക്കെ ചോദിച്ചിട്ട് അള്ളാഹു നരകത്തിൽ ചാടുന്നൊരു രംഗമുണ്ട്. അതോടെ നരകം നിറയുമെന്നാണ് ഹദീസിൽ പറയുന്നത്. ഇതൊക്കെ എടുത്ത് കാണിച്ചു. ഏതായാലും മുഹമ്മദ് ഈസയും ഹാരിസ് മദനിയും അന്ന് അടിച്ചു പിരിഞ്ഞു. ഈ രണ്ടു പേർക്കുമെതിരെ നമ്മളുടെ MC അബ്ദുൽ നാസർ ഒരു വീഡിയോ ഇറക്കി. അതിനുശേഷം ഈസ അങ്ങനെ രംഗത്തൊന്നും ഇല്ലായിരുന്നു. മുഹമ്മദ് ഈസ ചോദിക്കും നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തു. അപ്പോൾ എന്താണ് അതിൽ ഉള്ളടക്കം പോലും അറിയാതാണ് ഈ ഡോക്ടർ അനിൽ മുഹമ്മദ് പ്രതികരിച്ചത്. അതായത് മുഹമ്മദ് ഈസ ഏതാണ്ടെല്ലാം ചോദ്യം ചോദിക്കും, ഞാൻ മറുപടി കൊടുക്കുമെന്നുള്ള അർത്ഥത്തിൽ ചെയ്തതല്ലത്. മറിച്ച് ഒരു ഉസ്താദ് ഈ ഇസ്ലാമിനെ എന്തുകൊണ്ട് മറ്റുള്ളവർ വിമർശിക്കുന്നു എന്നതിന് ആധാരമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ പോയിട്ട് എന്തിനാണ് പണ്ഡിതന്മാരെ അന്യമതസ്ഥരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു? അതുകൊണ്ടല്ലേ അവർ നമ്മുടെ പുസ്തകത്തെയും നമ്മുടെ വിശ്വാസത്തെയും ഇങ്ങനെ ആക്രമിച്ചത് എന്ന് ചോദിക്കുന്ന ഒരു വീഡിയോ. ആ വീഡിയോയുടെ താഴെ നമ്മുടെ മുഹമ്മദ് ഈസ ഒരു കമൻ്റ് ഇട്ടു, അങ്ങനെയല്ല,
ഇത് പണ്ട് വില്ലങ്കേരി തുടങ്ങി വെച്ചതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിന് മറുപടിയായിട്ട് ഇട്ടതാണ് മുഹമ്മദ് ഈസ ചോദിക്കും നമ്മൾ കൊടുക്കും. അപ്പോഴേക്ക് ഈസ വിഷയം മാറ്റാൻ വേണ്ടി ഞാൻ ഇവരുടെ അടുത്ത് ഭയങ്കര ചോദ്യങ്ങൾ പണ്ടേ ചോദിച്ചു. അനിൽ മുഹമ്മദോ ജെറി ബ്രദറോ ഒന്നും ഇതിന് മറുപടി പറഞ്ഞില്ല, അനിൽക്കുടത്തോട്ടവും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഞാനൊരു 2-3 വീഡിയോയിലും മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആ പൗലോസിൻ്റെയൊക്കെ വിഷയം പുതുതായിട്ട് വരുന്നത്. ഇദ്ദേഹത്തിനൊരു അടവുണ്ട്, അത് പലർക്കും അറിഞ്ഞുകൂടാ. അത് ഞാൻ എൻ്റെ ക്രൈസ്തവ സുഹൃത്തുക്കളോട് കൃത്യം പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ ചോദ്യങ്ങൾ ഏതാണ്ടൊക്കെ അപ്രസക്തമായത്. കാരണം ഞങ്ങളിത് നേരെ ഖുറാനിലകത്തേക്ക് ഇവരെ കയറ്റി. അപ്പോൾ തിരിച്ചിറക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല, അതെൻ്റെ കാര്യം. അപ്പോൾ തിരിച്ചൊന്ന് ഇറങ്ങാൻ മുഹമ്മദ് ഈസയ്ക്ക് ഇങ്ങനെ ചിലത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഞങ്ങളതിന് മറുപടിയൊക്കെ പറയും. പക്ഷേ അതിൽ കുഴപ്പം എന്താണെന്നറിയോ, എത്ര മറുപടി പറഞ്ഞാലും ഉത്തരം വന്നില്ല എന്ന് പറയുന്ന ഈ ഫീരുക്കൾ, ഞാൻ നിങ്ങളെ ദയവായി അങ്ങനെ വിളിക്കും, ദയവായി ക്ഷമിക്കണം. വേറൊന്നും നിങ്ങളെ വിളിക്കാനില്ല, നിങ്ങൾ പേടിത്തണ്ടന്മാരാണ്. വല്ല വെട്ടോ കുത്തോ ആയുധം പ്രയോഗിക്കുന്നതിനകത്തൊക്കെ നിങ്ങൾക്ക് കഴിവുണ്ടായിരുന്നു. ഇപ്പോൾ അതിനുള്ള സ്കോപ്പ് ഇന്ത്യയിൽ ഇല്ല. 2047 ഇന്ത്യ ഭരിക്കുമെന്ന് പറഞ്ഞ റൌഫൊക്കെ അകത്ത് കിടക്കുകയാണ്. നമ്മുടെ രാഷ്ട്രപതി ആകാനുള്ള ആളാണ് അകത്ത് കിടക്കുന്നത്, ഓർത്തോണം. അങ്ങ് പോയി എന്തെല്ലാം അവസ്ഥയാണെന്ന് ഓർത്താൽ മതി. അപ്പം നമ്മളുടെ ഇത്തരം പ്രഖ്യാപിത പ്രധാനമന്ത്രിമാരും രാഷ്ട്രപതിമാരും ഒക്കെ ആയിട്ട് ഇസ്ലാമിക് രാജ്യം, പാൻ ഇസ്ലാമിക് രാജ്യം അങ്ങനെ സ്വപ്നം കണ്ട കക്ഷികൾ ജയിലിൽ കിടക്കുകയാണ്. അവലും മലരും കുന്തിരിക്കും എല്ലാം പാളിപ്പോയി. പരിണിതമല്ലായിട്ട് ഇവർക്ക് മനസ്സിലായി ഈ അടി ഇടി വെട്ട് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയൊന്നും ഏക്കുകയില്ല. ഏക്കാതെ വരുമ്പോൾ ഇപ്പം നല്ല പണി ഒളിച്ചോട്ടമാണ്. നിങ്ങൾക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ, അത് ചെയ്താൽ മതി, അത് പോയി ചെയ്യേ. നിങ്ങൾക്ക് നാണമില്ലേ സംവാദം ഞങ്ങളുടെ അടുത്ത് വരാൻ? നിങ്ങൾക്കൊല്ലോ സംവാദത്തിനൊന്ന് വരാനൊരു സത്യത്തിൽ ഒരു നേരിയ ധൈര്യമെങ്കിലും ഉണ്ടോ? എന്ത് ബലത്തിലാണ് നിങ്ങൾ ഞങ്ങളെ വെല്ലുവിളിക്കുന്നത് സംവാദത്തിന് വരാൻ? ഞങ്ങൾ റെഡി, ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. നിങ്ങൾ വരില്ല, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. തക്ക സമയത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞ് മുങ്ങും. ഇത് ഞങ്ങൾ ഒത്തിരി കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഉപാധിയില്ലാതെ ഇവരുടെ സംവാദം അംഗീകരിക്കും. ഇത് ഞാൻ സമ്മതിച്ചു, ഇത്രയും കാര്യമുള്ളൂ. എതിർ സംവാദകനും എനിക്കും ഈക്വലായിട്ടുള്ള അധികാരങ്ങളും അവകാശങ്ങൾ സ്റ്റേജിൽ കിട്ടണം. എത്ര സമയം എടുക്കുന്നു അത്രയും സമയം, അതേ ഉള്ളൂ. വേറെ എനിക്കൊരു ഉപാധിയില്ല. നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ ഏത് കിതാബിൽ നിന്നും കൊണ്ടുവരാം, യേശുവിനെതിരെ ഏത് വിമർശനം ഉന്നയിക്കാം, ഒരു വിഷയവും ഞങ്ങൾക്കില്ല. ബൈബിളിനെതിരെ ഏത് രീതിയിലും എങ്ങനെയും വിമർശിക്കാം, ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഇവറ്റകൾക്ക് ഭയങ്കര ഭയമാണ്. അപ്പോൾ ഇവർ തന്നെ പറയും അതെടുക്കരുത്, ഇതെടുക്കരുത്, അപ്പുറത്തെടുക്കരുത്, ഇന്ന പുസ്തകം എടുക്കരുത്, ഇവരുടെ പുസ്തകങ്ങൾ എടുക്കരുതെന്ന് ഇവർ പറയുക. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകങ്ങളൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നുകൊണ്ട് എഴുതി തരാമോ? അത് പറ്റില്ല. അപ്പോൾ ഇവർ തന്നെ ഉപയോഗിക്കുന്ന സ്വഹീഹായ ഹദീസുമൊക്കെ ഞങ്ങൾ എടുത്താൽ അത് പ്രയാസമാണ്. അത് ഇസ്ലാമിക ലോകം തന്നെ അമ്പരന്ന് പോയി. ഇത്രയും നീചവും നികൃഷ്ടവും നിന്ദ്യവുമായ ആശയങ്ങളുടെ സമാഹാരമാണോ ഇതെന്നും ഇതൊക്കെയാണോ ഒരു മഹാപ്രവാചകനെന്ന് വീമ്പിളക്കുന്ന ഒരാൾ ലോകത്തെ പഠിപ്പിച്ചെന്നൊക്കെ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഉള്ള തത്രപ്പാടാണിതൊക്കെ. ഇങ്ങനെയാണ് ഈ സാക്ഷിയായിട്ടുള്ള പല സംവാദങ്ങളും നടക്കാതെ പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇനി ഹദീസ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എടുക്കുന്നില്ല. ഞാൻ അവർക്കൊരു വിട്ടുവീഴ്ചയോടെ ചെയ്തു. മുഹമ്മദിൻ്റെ നെറികെട്ട ജീവിതത്തെക്കുറിച്ച് പറയുന്ന 2 അധ്യായങ്ങൾ ഖുർആനിലുണ്ട്. ഒന്ന് 33 അൽ അഹ്സാബ്, 2 തഹ്രീം. 2 നിങ്ങൾക്കറിയാം. ഞാൻ ഇത് 2 കൂടെ അങ്ങ് മാറ്റിയേക്കാം. നിങ്ങൾക്ക് പേടിയല്ലേ? നിങ്ങൾ പവിത്രമെന്ന് കരുതുന്ന ആ പുസ്തകത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് പേടിയാണ്. സമ്മലൂനി നിങ്ങൾ വീണ്ടും പറയും. വീട്ടിൽ ചെന്ന് പൊണ്ടാറ്റിൻ്റെ അടുത്ത് പറയും, മുണ്ടിട്ട് തന്നെ പുതപ്പിക്കാൻ പറയും. മനസ്സിലായില്ലേ? ഞാൻ എടുക്കുന്നില്ലെന്ന്. ഇതിപ്പരം വിട്ടുവീഴ്ച നിങ്ങളോട് ചെയ്യണോ? അനിൽ മുഹമ്മദ് മുഹമ്മദ് ഈസ, ഇതിൻ്റെ വല്ല ആവശ്യം നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഐഡിയോളജിക്കലി നിങ്ങൾ പൊടിഞ്ഞ് തീരും. എന്താണ്ട് ഇങ്ങനെ പൊടിഞ്ഞ് തീരും. വാഴക്കുന്ന ഒരു പ്രൊഫസറില്ലേ, പുള്ളി ഈ നാണയമൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ചാരമാക്കി മാറ്റുന്ന പോലെ ഖുറാനും നിങ്ങളുടെ പ്രവാചകനും കാട്ടറ സേവനായ അള്ളാഹു ഒക്കെ ഇങ്ങനെ പൊടിഞ്ഞ് തീരും. ധൈര്യം ഉണ്ടോ വരാൻ? ധൈര്യം ഉണ്ടോ? ഈ നാണം കെട്ട പണിക്ക് പോകണോ നിങ്ങൾ? വെറുതെ ഇരുന്ന് ഞങ്ങളെല്ലാം കൂടെ പ്രകോപിപ്പിച്ചിറക്കിയിട്ട് നിങ്ങൾ ഈ രൂപത്തിൽ അവിടെ മാറി നിന്ന് ഒളിച്ചു നിന്ന് പിള്ളേരെ വിട്ട് ചോദിപ്പിക്കുകയാണോ ധൈര്യം ഉണ്ടോ? ഞാൻ തിരിച്ചു ചോദിക്കുന്നു. മിസ്റ്റർ MM അക്ബർക്ക് ധൈര്യം ഉണ്ടോ? മുജാഹിദ് ബാലുശ്ശേരിക്ക് ധൈര്യം ഉണ്ടോ? ഹാരിസ് മദനിക്ക് ധൈര്യം ഉണ്ടോ വേദിയിൽ വരാൻ? ഞങ്ങളൊരുക്കാൻ വേദി. നിങ്ങളുടെ ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളൊരുക്കാൻ വേദി. ധൈര്യം ഉണ്ടോ വരാൻ? ഈസയ്ക്ക് ഖുർആൻ അറിയില്ലെന്നല്ലേ പറഞ്ഞു. വരുവാണെങ്കിൽ വരട്ടെ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് നല്ല ഇതാണ്, ഇപ്പോഴത്തെ ശരി നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. കുറേ കൂടെയൊക്കെ പിടിച്ചിരിക്കാം. കാരണം ഒരു വീഡിയോ ഇടുക, എന്നിട്ട് സ്വയം ജയം പ്രഖ്യാപിക്കുന്ന കുറേ പാവ അണികളെ കൂടെ നിർത്തുക. അമ്മാരിങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കും. ഈസയ്ക്ക് മറുപടി വിട്, മൂസയ്ക്ക് മറുപടി വിട്, അക്ബർ സാഹിബിന് മറുപടി വിട്. എത്ര വന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. ഇങ്ങനെ ആമ്പിള്ളേരുടെ മുമ്പിൽ വന്നിരുന്നാൽ നിങ്ങളെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ വാസ്തവത്തിൽ 1-2 ഉടച്ച് കഴിഞ്ഞിട്ട് പോകും. വരാൻ പറ്റുമോ?
നിങ്ങൾക്ക് ക്രൈസ്തവ അപ്പോളജിസ്റ്റുകളെ ശരിക്കറിയാം. അവരുടെ കൈയുടെ ചൂടെ ഐഡിയോളജിക്കലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അത് ഈ ഡോക്ടർ മുഹമ്മദിന് മനസ്സിലായിട്ടില്ല, അനിൽ മുഹമ്മദിന് മനസ്സിലായിട്ടില്ല. കാരണം അദ്ദേഹം ഇങ്ങനെ ഈ ചിരിയിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങേർക്ക് ചിരിക്കാൻ വേണ്ട ഐറ്റം ഞങ്ങൾ കൊടുക്കാമെന്ന്. ഇനിയും പോട്ടെ, ഈ സാക്ഷാൽ ഡോക്ടർ അനിൽ മുഹമ്മദിനോ അങ്ങയുടെ പരിചയത്തിൽപ്പെട്ട ആർക്കെങ്കിലുമോ ഇത്രയും വലിയ പാണ്ഡിത്യ കസർത്ത് നടത്തുന്ന ഈ തലേക്കെട്ട് വിദ്വാൻമാർക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ ഖുറാൻ്റെ ആധികാരികത സംസാരിക്കാൻ? തന്നെയല്ലേ എന്നോട് ഖാൽവിൻ പറഞ്ഞത് ഖുറാൻ വ്യാജം എന്ന വിഷയത്തിൽ ചർച്ച ചെയ്യാവുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ജോബി ഖാൽവിൻ, ഖുറാൻ എന്നൊരു പേര് കേട്ടാൽ ഇവർ പേടിക്കും. ഞാൻ അങ്ങനെ അത് മാത്രമായിട്ട് എടുക്കുന്നില്ല. ഞാൻ തയ്യാറാണ് ഇവർക്കൂടെ നമ്മളെ വിമർശിക്കാൻ വേണ്ട അവസരം കൊടുക്കാൻ. നിങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചോ യേശുക്രിസ്തു വേഴ്സസ് മുഹമ്മദ് താല്പര്യമുണ്ടാവും, ബൈബിൾ വേഴ്സസ് ഖുറാൻ താല്പര്യമുണ്ടാവും, നിങ്ങൾ വരുമോ? ഞങ്ങൾ അറേഞ്ച് ചെയ്യാം. ഇനി ഈ പറഞ്ഞത് നടക്കാൻ പോകുന്നില്ലെന്നോ മറ്റൊരു സത്യം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഏറ്റവും അടുത്ത കാലത്ത് മറൈൻ ഡ്രൈവിൽ അങ്ങനെ ഒരു സംവാദം നിങ്ങൾ നടത്തുമെങ്കിൽ ഞങ്ങൾ റെഡി. അല്ല, ഞങ്ങൾ നടത്തുന്നിടത്ത് നിങ്ങൾക്ക് വരാൻ കഴിയുമെങ്കിൽ ഇത്തരം ഗടാഗടിയന്മാർക്കെല്ലാം സ്വാഗതം. ഇനി ഒന്നുകൂടെ ഞാൻ പൊതുജന സമക്ഷം ബഹുമാനപ്പെട്ട ഡോക്ടർ അനിൽ മുഹമ്മദ് സാർ അടക്കം സകലരോടും പറയുകയാണ്, ഇങ്ങനെ ഒരു സംവാദത്തിൽ ഖുറാൻ വ്യാജമെന്നും അത് പൈശാചികമെന്നും അത് മുഹമ്മദിൻ്റെ ജഡീകമായ താല്പര്യത്തിന് വേണ്ടി അദ്ദേഹം പടച്ചുണ്ടാക്കിയതാണെന്നും മജൗസികളുടെയും ക്രൈസ്തവരുടെയും യഹൂദന്മാരുടെയും വിശ്വാസം അല്പാൽപ്പം ചേർത്ത് കോപ്പിയടിച്ച് രൂപപ്പെടുത്തിയതാണെന്നും അത് പരസ്പര വിരുദ്ധമാണെന്നും അത് അശാസ്ത്രീയമാണെന്നും അത് സ്ത്രീവിരുദ്ധമാണെന്നും അത് മാനവീയ വിരുദ്ധമാണെന്നും അത് ശിശുവിരുദ്ധമാണെന്നും എനിക്ക് സ്ഥാപിക്കാനായില്ലെങ്കിൽ ഞാൻ ഈ പണി നടത്താം. മറിച്ച് നിങ്ങൾ ഈ പണി നടത്തണ്ട. നിങ്ങൾക്ക് വരാൻ ധൈര്യമുണ്ടോ? അക്ബർ സാഹിബേ, താങ്കൾ ഈ കേരളം മുഴുവൻ നടന്നു ഇസ്ലാം വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞു പോസ്റ്റ് ഒട്ടിച്ച ആളല്ലേ? എന്ത് പറ്റിയിപ്പോൾ? എന്താ നിങ്ങൾക്ക് സംഭവിച്ചേ? നിങ്ങൾക്ക് കഴിയാത്ത നിങ്ങളുടെ ആണികൾക്ക് കഴിയുമോ? ഏതായാലും ഞാൻ ഈ വീഡിയോ നീട്ടുന്നില്ല. ഒറ്റ വാക്കിൽ പാസ്റ്റർ ജോബി ഖാൽവിൻ, ഞാനിവരെയൊക്കെ കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇവർ സംവാദം എന്ന് കേട്ടാൽ ചുരുണ്ട് വീട്ടിൽ കിടക്കും, മനസ്സിലല്ലേ? ബുറാക്കിൻ്റെ മീതെ കയറി ഇവരങ്ങ് ചെല്ലും. പടച്ചവൻ്റെ അർശോ എന്തോ അതിൻ്റെ സാധനത്തിൻ്റെ പേര് അവിടെ കണ്ട് ചെല്ലും. അതും വെള്ളത്തിൻ്റെ മീതെ ഇട്ടായിരിക്കുന്നത്, ചങ്ങാതി ഇരിക്കുന്നത്. അറബി മാത്രമേ അറിയത്തുള്ളൂ. അറബി മാത്രം അറിയാവുന്ന ഗോത്രദേവൻ്റെ അറശിൻ്റെ അരികിൽ ചെന്ന് അവിടെ കുമ്പിട്ട് അവിടെ കിടക്കും. ഇങ്ങോട്ടൊന്നും വരില്ല. അതിനുള്ള ധൈര്യവും ത്രാണിയൊന്നും ഇവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊരല്പം വെളിവ് വരാനും പറ്റുമെങ്കിൽ ഒരല്പം ധൈര്യം കിട്ടാനും നമ്മൾ ഈ ഹിദായത്ത് നൽകണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ പണ്ഡിതന്മാർക്ക് ഒരല്പം ധൈര്യം ഞങ്ങളെ നേരിടാൻ കിട്ടാൻ നിങ്ങളിടയ്ക്കൊന്ന് പ്രാർത്ഥിക്കും. ഈയിടയ്ക്ക് നമ്മുടെ ഒരു ഉസ്താദ് പ്രാർത്ഥിക്കുന്നില്ലേ സോഷ്യൽ മീഡിയയിൽ കൂടി, മുത്തുനബിയെ അത് ഇതും പറയുന്നവരെ അല്ലാ നീ ക്ഷമിക്കണേ എന്നൊക്കെ പറയുന്നില്ലേ? അവരെ ശിക്ഷിക്കണേ, ദുനിയാവിൽ വെച്ച് ശിക്ഷിക്കണം. ഇതാണ് പുള്ളി പറയുന്നത്. ഇവിടെ ഒരു പ്രാർത്ഥന നിങ്ങൾ കേട്ടോ, എന്താണെന്നറിയോ? അദ്ദേഹം പറയുന്നത് ഈ മുഹമ്മദിനെതിരെ പറയുന്നില്ല, അല്ല ഞങ്ങൾ അള്ളാഹിക്കെതിരെ പറയുന്നുണ്ട് കൂടുതൽ. അത് വിഷയമല്ല. കാരണം ഇവർക്ക് അള്ളാഹേക്കാൾ വലിയ പുള്ളിയാരാ? ഈ മുഹമ്മദാണ്. വാസ്തവത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, അള്ളാഹ് തന്നെ മുഹമ്മദ്, മുഹമ്മദ് തന്നെ അള്ളാഹ്. എന്നാൽ ഈ മനുഷ്യൻ്റെ ആ കണ്ണീരും വിലാവും ഒക്കെ എന്നെയും വളരെ ദുഃഖിപ്പിച്ചു. ഇതിൻ്റെ കാരണം എന്താ? ഈ മനുഷ്യൻ ഇങ്ങനെ കരയാൻ കാരണം എന്താ? കരച്ചിലുകൾ കണ്ടിട്ടില്ലേ? കഴിഞ്ഞ വീഡിയോ ചിലർ കണ്ടു. എന്നാൽ ഇരിക്കട്ടെ, നമുക്ക് ഒന്നുകൂടെ അത് കേൾക്കാനുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, ഷെയർചാറ്റിലൂടെ, മറ്റുള്ള സോഷ്യൽ മീഡിയ ഞങ്ങളെ കളിയാക്കിക്കൊണ്ട് ഞങ്ങളെ കുറിച്ച് മോശമായി എഴുതി വിടുന്നവരുണ്ട്. പരാജയപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിൽ വെച്ച് തന്നെ പരാജയപ്പെടുത്തണം അല്ലാഹ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരച്ചിലും നമ്മുടെ സാറിൻ്റെ പൊട്ടിച്ചിരി നിങ്ങൾ കേട്ടല്ലോ. ഈ മുഹമ്മദിനെ ഈ പരുവത്തിലാക്കിയതാരാ? എം അക്ബറാണ്, ബാലുശ്ശേരിയാണ്, മുഹമ്മദ് ഈസയാണ്. നിങ്ങളാണ് ഈ മനുഷ്യനെ കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഇട്ടിട്ട് മാനവരിൽ മഹോന്നതൻ, മാണിക്യ കൊട്ടാരത്തിലെ ചക്രവർത്തി, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് അമീബ പോലും അല്ല. മനസ്സിലായില്ലേ? അമീബയ്ക്കും ഉണ്ട് അതിൻ്റെ ഒരു സ്വഭാവ ഗുണമൊക്കെ ഉണ്ട്. ഇത് അതുപോലും ഇല്ല, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാമെന്നൊരു പരസ്യത്തിൽ പറയുന്നതിനുള്ള ഒരവസ്ഥയായിപ്പോയില്ലേ? വെറുതെ വന്ന് നാണം കെടാൻ വേണ്ടി നിങ്ങൾ സംവാദത്തിനൊന്നും വരണ്ടപ്പാ. നിങ്ങളുള്ള ഈ ആയത്തും സൂറത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടും, അതാണ് നല്ലത്. അക്ബർ സാഹിബ് അങ്ങ് ഈ നിരീശ്വരവാദികളോടൊക്കെ സംസാരിക്കാൻ പോവാ. ബെസ്റ്റ് ഓഫ് ലക്ക്.
ആരെയാ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നത്? ഭയങ്കര രസം, അങ്ങേറ്റം രസകരമാണ്. ഈ സംവാദത്തിന് പോകുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന അല്ല, ഇപ്പുറത്ത് നിൽക്കുന്നത് മുഹമ്മദ്. അവർ വാരി നിങ്ങളെ മൂന്നിനെയും കൂടെ അലക്കും. ഇടയ്ക്ക് അള്ളാഹ്ക്ക് വേണ്ടത് അറബി പറഞ്ഞു കൊടുക്കണം, ഗോത്രദേവനാണ്. അവൻ വേണ്ടി മുഹമ്മദിനെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി കാണില്ല. അപ്പോൾ പറ്റാത്ത പണിക്കേ നിങ്ങൾ പോവുള്ളൂ. അങ്ങനെ പണ്ട് ഈ ആയുധത്തിൻ്റെ ബലത്തില്ല 10-20 കൊല്ലം നിങ്ങളിങ്ങനെ അടക്കി വാണത്. അപ്പോൾ ഞങ്ങൾ ഇതിനെയൊന്നും പേടിക്കുന്നില്ല. ആ വീമ്പിളക്കൊക്കെ കൈവച്ചാൽ മതി. നിങ്ങൾ കണ്ടൊക്കെ ചെയ്യുമെന്നും തല വെട്ടുമെന്നും അള്ളാഹുവിൻ്റെ കിതാബ് കൊടുത്തുകൊണ്ട് നിങ്ങൾ കൈവെട്ടാനൊക്കെ ഇനി വാ. മനസ്സിലായില്ലേ? നിങ്ങൾ കൈവെട്ടാനും തലവെട്ടാനും വിപരീത ദിശകളിൽ നിന്ന് ഏതാണ്ടൊക്കെ ചെയ്യാൻ ഇനി വാ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ഇന്ത്യ പോലെ രാജ്യത്ത് നടത്തിയിട്ട് നിങ്ങൾക്ക് റൗഹിനൊക്കെ ഉണ്ടായ അതേ അവസ്ഥ ഇതേ വരാൻ പോകുന്നുള്ളൂ. നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്ക് ബൈബിളാണ് പ്രമാണം, വിശേഷിച്ചതിൻ്റെ പുതിയ നിയമം. അതിൽ യേശു പഠിപ്പിച്ച ചിന്തകളാണ് ഞങ്ങൾക്ക് ആധാരം. ഇതിൽ നിന്നാണ് ഞങ്ങൾ ഒരാശയം കൊണ്ടുവരുന്നത്. നാളെ ഒരിക്കൽ ആശയത്തിന് വിപരീതമായി രാജ്യത്തൊരു നിയമം പാസ്സായാൽ ഞങ്ങളുടെ വചനത്തിൻ്റെ ചിന്തയ്ക്ക് വേണ്ടിയേ ഞങ്ങൾ നിൽക്കും. മോഡിജി ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക, ഞങ്ങളെല്ലാം വിഗ്രഹത്തെ ആരാധിക്കണം, ഈ രൂപത്തിലൊക്കെ കൊണ്ടുവന്നാൽ ഞങ്ങൾ തയ്യാറാവില്ല. ഞങ്ങൾ രക്തസാക്ഷിത്വം വരിക്കാനോ മരിക്കാനോ ഒക്കെ തയ്യാറാവില്ല. അങ്ങനെയെങ്കിൽ അള്ളാഹിൻ്റെ കിതാബിനെതിരെ എത്ര നിയമം ഈ രാജ്യത്തുണ്ടെന്നറിയോ? അതിലൊന്നാണ് മതം വിട്ടുപോയവനെ കൊല്ലണം. നിങ്ങളുടെ അവിശ്വാസികളായി നിങ്ങളുടെ അരികിൽ കഴിയുന്നവരെ അവരിൽ നിങ്ങൾ രൂക്ഷത കണ്ടെത്തണം. ഇതിനൊക്കെ പറയും യുദ്ധകാലത്ത് ഇറങ്ങിയാന്നൊക്കെ പറയും. ചുമ്മാ വെളുപ്പീരാണെന്ന്. എന്താ ഇതൊന്നും ഇപ്പോൾ ചെയ്യാത്തത്? ഹിന്ദിനെ ആക്രമിക്കുന്നവർക്ക് സ്വർഗം ഉറപ്പാക്കി, ഇന്ത്യയെ ആക്രമിക്കുന്നവർക്ക് സ്വർഗം ഉറപ്പ്. ഇതൊക്കെ ഒന്ന് പൊതുവിൽ പറയാൻ പോലുള്ള ധൈര്യമില്ല ഈ കക്ഷികൾക്ക്. അതുകൊണ്ട് ഞാനിത്രയൊക്കെ പറഞ്ഞത്, ഇങ്ങനെ ഒരു സംവാദമൊന്നും ഇവർ നടത്താൻ ഒരു വിധത്തിലും സാധ്യതയില്ല. ഞങ്ങൾ നടത്തേണ്ടത് വരാനുള്ളൊരു മനസ്സ് പോലും ഇവർ കാണിക്കില്ല. വരാനൊരുമ്പെട്ടവരെ വഴിയടച്ചുകൾ, അത്ര വീരുക്കളാണ്. അതുകൊണ്ട് ഇത്തരത്തിലെ സംവാദ തൽപരരായ എല്ലാ ഭീരുക്കൾക്കും, സുന്നി, ഷിയ, ജമാഅത്ത്, വഹാബി, സലഫി എന്നൊക്കെ പറയുന്ന മുജാഹിദ് ടീമുകൾ എല്ലാവർക്കും എല്ലാത്തരം വിഭാഗികൾക്ക് അതീതമായി ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ ഇതിലേക്കൊക്കെ വലിച്ചിറക്കിയ MM അക്ബർക്കും ബാലുശ്ശേരിക്കും പ്രിയപ്പെട്ട ഈസയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.